എസ്കോബാർ പ്രയർ ഫെലോഷിപ്പ് അവതരിപ്പിക്കുന്ന ലഘുനാടകം തിരുപ്പിറവി. റോമാ സാമ്രാജ്യത്വം യെരുശലേമും യഹൂദ്യ അടക്കമുള്ള പ്രദേശങ്ങൾ അടക്കി ഭരിക്കുന്ന കാലഘട്ടം. അടിമത്ത വ്യവസ്ഥിതിയും അടിച്ചേൽപ്പിക്കപ്പെട്ട നിയമങ്ങളും കൊണ്ട് സാധാരണക്കാരായ യഹൂദജനം പൊറുതിമുട്ടിയ കാലം. മഹാപുരോഹിതന്മാരും ന്യായപ്രമാണ വ്യാഖ്യാതാക്കളും അധികാരവർഗത്തിന്റെ നയങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്തപ്പോൾ കലുഷിതമായ ഒരു സാമൂഹിക അന്തരീക്ഷം യഹൂദയിൽ നിലനിന്നു. ഈ ചുറ്റുപാടിലും തങ്ങൾക്ക് ന്യായവും നീതിയും നടത്തിത്തരാൻ ഒരു രക്ഷിതാവ് മശിഹ പിറവികൊള്ളുമെന്ന് അവർ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഒടുവിൽ പ്രവാചകന്മാരുടെ വാഗ്ദത്തവും പൂർവപിതാക്കന്മാരായുള്ള കാത്തിരിപ്പിനും വിരാമമിട്ട് ദൈവപുത്രൻ ഭൂമിയിൽ പൂജാതനായി. നസ്രയത്തിലെ പ്രശസ്തനായ തച്ചൻ ജോസഫിന് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന കന്യക മനുഷ്യപുത്രന് ജന്മം കൊടുപ്പാൻ ദൈവത്താൽ നിയോഗിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കുകയും ചെയ്യുന്നു. തനിക്ക് വിവാഹം നിശ്ചയിച്ച മറിയ എന്ന കന്യക ഗർഭം ധരിച്ചുവെന്നറിഞ്ഞിട്ടും ലോകരക്ഷിതാവായ മശിഹയ്ക്ക് ജന്മം കൊടുക്കുകയെന്ന അതിവിശുദ്ധമായ ദൈവിക കർമ്മമാണ് അവളിലൂടെ നിറവേറുന്നത് എന്ന് ദൈവിക ദർശനത്താൽ തിരിച്ചറിഞ്ഞ് മറിയയെ സ്വഭവനത്തിലേക്ക് സ്വീകരിക്കുന്നു. ക്രിസ്തുവിന്റെ പിറവിക്ക് മുൻപും പിൻപുമുള്ള ചില മണിക്കൂറുകളിൽ യഹൂദ്യയിലും ചുറ്റുപാടുമുള്ള ചില വ്യക്തികളുടെ പ്രതികരണങ്ങളെ നാടകരൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ. ഇത് ഒരു പിറവിയുടെ കഥയാണ്. ഗോൽഗാഥയോളം നടന്നുകയറിയ മഹാത്യാഗിയായ ഒരു മനുഷ്യപുത്രന്റെ തിരുപ്പിറവിയുടെ കഥ.
മുദ്രകുഴി ചാർത്തൽ നിർവഹിക്കേണ്ടതാകുന്നു. ഈ രാജകൽപ്പന ധിക്കരിച്ചാൽ കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. രാജവിളംബരം കേട്ടില്ലേ? പേർവഴി ചാർത്താൻ നമുക്കുടൻ തന്നെ ഡൽഹിയിലേക്ക് പുറപ്പെടേണ്ടി വരും. ദാവീദിന്റെ പട്ടണമായ യഹൂദയെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ആലോചിക്കുന്നു. പക്ഷേ ഈ അവസ്ഥയിൽ എന്റെ ആലോചനയും അത് തന്നെ. പക്ഷെ ഈ അവസ്ഥയിൽ വേദനയം വരെയുള്ള യാത്ര അപകടകരം തന്നെ. പക്ഷെ രാജകൽപ്പന ധിക്കരിക്കാൻ നമുക്കാകില്ല. എല്ലാവരും പേടിയാകുന്നു. യഹോവയുടെ ഒരു കാട്ടരെ ഈ കവാടത്തിന്റെ പണി പൂർത്തീകരിച്ച് നൽകാമെങ്കിൽ നസ്രയത്തിലെ വ്യാപാരി ഗായോസ്